നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വളരെ കൗതുകകരമായ എന്നാൽ അധികമാരും തുറന്ന് സംസാരിക്കാത്തൊരു വിഷയത്തെക്കുറിച്ചാണ്. വശീകരണം അഥവാ ആകർഷണം. ഇത് കേൾക്കുമ്പോൾ ഇതൊരു മന്ത്രവാദമോ അല്ലെങ്കിൽ മാജിക്കോ ആണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ശുദ്ധമായ മനഃശാസ്ത്രമാണ്. അതിലുപരി ചാണക്യൻ നൂറ്റാണ്ടുകൾക്ക് മുൻപേ മഗധ സാമ്രാജ്യം പിടിച്ചടക്കാൻ ഉപയോഗിച്ച രാജതന്ത്രമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആളുകളുണ്ട്, അവർക്ക് വലിയ സൗന്ദര്യമോ പണമോ ഒന്നുമുണ്ടാവില്ല. പക്ഷെ അവരെവിടെ ചെന്നാലും ആളുകൾ അവരെ ശ്രദ്ധിക്കും. സ്ത്രീകൾക്ക് അവരോട് വല്ലാത്തൊരു ആരാധനയായിരിക്കും. ബിസിനസ്സിൽ അവർക്ക് പെട്ടെന്ന് ഡീലുകൾ കിട്ടും. സുഹൃത്തുക്കൾ അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാകും. എന്തുകൊണ്ടാണ് അവർക്ക് മാത്രം ഈ കാന്തിക ശക്തി? ഇതിനെയാണ് നമ്മൾ കാരിസ്മ അല്ലെങ്കിൽ സെഡക്ഷൻ എന്ന് വിളിക്കുന്നത്. ആചാര്യ ചാണക്യൻ പറയുന്നു, ഈ ലോകം ഭരിക്കുന്നത് വാളുകൾ കൊണ്ടല്ല, മറിച്ച് വാക്കുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടുമാണ്. ഒരാളുടെ മനസ്സ് കീഴടക്കിയാൽ പിന്നെ അയാളെ അടിമയാക്കാൻ ചങ്ങലകളുടെ ആവശ്യമില്ല. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാണക്യൻ പഠിപ്പിച്ച ശത്രുവിനെ പോലും മിത്രമാക്കാനും ഇഷ്ടപ്പെട്ട വ്യക്തിയെ കാന്തം പോലെ നമ്മളിലേക്ക് അടുപ്പിക്കാനും സഹായിക്കുന്ന 4 വലിയ മനഃശാസ്ത്ര തന്ത്രങ്ങളാണ്. ഇത് പ്രണയത്തിൽ മാത്രമല്ല, ഇന്റർവ്യൂവിലും ബിസിനസ്സിലും സൗഹൃദത്തിലും നിങ്ങൾക്കുപയോഗിക്കാം. ഒന്നാമത്തെ തന്ത്രം ചാണക്യൻ പറയുന്ന ഇരയ്ക്ക് വേണ്ടത് നൽകുക എന്നതാണ്. ചാണക്യൻ പറയുന്നു, അത്യാഗ്രഹിയെ പണം കൊണ്ടും അഹങ്കാരിയെ ബഹുമാനം കൊണ്ടും വിഡ്ഢിയെ പുകഴ്ത്തൽ കൊണ്ടും പണ്ഡിതനെ സത്യം കൊണ്ടും വശീകരിക്കാം. ഇതിന്റെ അർത്ഥമെന്താണ്? ഓരോ മനുഷ്യനും ഓരോ ദൗർബല്യമുണ്ട്, അല്ലെങ്കിൽ ഒരാഗ്രഹമുണ്ട്. അത് തിരിച്ചറിഞ്ഞ് അത് നൽകുന്നവനെ അവർക്കൊരിക്കലും ഉപേക്ഷിക്കാൻ കഴിയില്ല. പ്രണയത്തിലേക്ക് വന്നാൽ മിക്കവാറും ആളുകളുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഏറ്റവും വലിയ ആഗ്രഹം ശ്രദ്ധയും അംഗീകാരവുമാണ്. ഒരാളെ നിങ്ങൾക്ക് ആകർഷിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് അവരെ കേൾക്കുക എന്നതാണ്. നമ്മളെല്ലാവരും സ്വന്തം കാര്യങ്ങൾ പറയാൻ തിടുക്കം കൂട്ടുന്നവരാണ്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ് എന്ന് വീമ്പിളക്കുന്നവരെ ആർക്കും ഇഷ്ടമല്ല. എന്നാൽ നിനക്കെന്താണ് തോന്നുന്നത്, നിന്റെ അഭിപ്രായം എന്താണ് എന്ന് ചോദിക്കുന്നവരെ എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുക. അവർ സംസാരിക്കുമ്പോൾ കൗതുകത്തോടെ കേട്ടിരിക്കുക. മനഃശാസ്ത്രപരമായി ഒരാൾ തന്നെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ ഡോപ്പമിൻ എന്ന സന്തോഷത്തിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. നിങ്ങൾ കാരണമാണ് അവർക്ക് ആ സന്തോഷം കിട്ടുന്നതെങ്കിൽ അവർക്ക് നിങ്ങളോടൊരു പ്രത്യേക ഇഷ്ടം തോന്നും. ഇതിനെയാണ് ചാണക്യൻ സാമം എന്ന് വിളിക്കുന്നത്. മധുരമായി സംസാരിക്കുക, കേൾക്കുക. നിങ്ങളൊരു കണ്ണാടി പോലെയാകുക. അവർ ചിരിക്കുമ്പോൾ ചിരിക്കുക, അവർ സങ്കടപ്പെടുമ്പോൾ സങ്കടപ്പെടുക. ഈ മിററിംഗ് അവരിൽ ഒരു തോന്നലുണ്ടാക്കും. ഇവൻ എന്നെപ്പോലെ തന്നെയാണ്, ഇവൻ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ തോന്നലാണ് ആകർഷണത്തിന്റെ ആദ്യത്തെ പടി. രണ്ടാമത്തെ തന്ത്രം അഭാവം സൃഷ്ടിക്കുക അഥവാ ദാനം. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നാം. കൊടുക്കുന്നതെങ്ങനെയാണ് അഭാവമാവുക? ചാണക്യൻ പറയുന്നു, അമിതമായാൽ അമൃതും വിഷമാണ്. ഒരാൾക്ക് നിങ്ങളെ വല്ലാതെ ഇഷ്ടമാണെന്ന് കരുതി 24 മണിക്കൂറും അവരുടെ മുന്നിൽ പോയി നിൽക്കരുത്. എപ്പോഴും മെസ്സേജ് അയക്കരുത്. എപ്പോഴും കാത്തു നിൽക്കരുത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഒരു നിയമമുണ്ട്, ലോ ഓഫ് സ്കേഴ്സിറ്റി. ലഭ്യത കുറയുമ്പോൾ വില കൂടും. നിങ്ങളൊരു ലിമിറ്റഡ് എഡിഷൻ ആകണം. നിങ്ങൾ അവർക്ക് സ്നേഹവും പരിഗണനയും കൊടുക്കണം, പക്ഷെ അത് അളന്നു തൂക്കി കൊടുക്കണം. ഒരു ദിവസം നിങ്ങൾ അവരോട് നന്നായി സംസാരിച്ചു, അവരെ ചിരിപ്പിച്ചു. ആ സംഭാഷണം ഏറ്റവും രസകരമായി നിൽക്കുന്ന സമയത്ത് നിങ്ങളത് അവസാനിപ്പിച്ചു പോകുക. എനിക്ക് കുറച്ച് തിരക്കുണ്ട്, നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞു പോകുക. ഇതവരെ വല്ലാതെ അസ്വസ്ഥരാക്കും. അയ്യോ, സംസാരിച്ചു കൊതി തീർന്നില്ലല്ലോ എന്ന തോന്നൽ അവരുടെ മനസ്സിലുണ്ടാകും. ആ തോന്നൽ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ അവരെ പ്രേരിപ്പിക്കും. നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആണെങ്കിൽ ഇവന് വേറെ പണിയൊന്നുമില്ലേ എന്നവർ ചിന്തിക്കും. നിങ്ങളുടെ വില പോകും. ചാണക്യൻ പറയുന്നു, ദിവസവും പൂജിക്കുന്ന വിഗ്രഹത്തിന് വിലയില്ല. വർഷത്തിൽ ഒരിക്കൽ ദർശനം കിട്ടുന്ന വിഗ്രഹത്തിന് മുന്നിലാണ് ക്യൂ. നിങ്ങൾ ആ ദർശനം കിട്ടാൻ അല്പം പ്രയാസപ്പെടണം. അപ്പോൾ മാത്രമേ അവർക്ക് നിങ്ങളുടെ വില മനസ്സിലാവൂ. മൂന്നാമത്തെ തന്ത്രം നിഗൂഢത നിലനിർത്തുക അഥവാ മെയിൻറ്റെയിൻ മിസ്റ്ററി ആണ്. ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കുവെക്കരുത്. അത് നിങ്ങളുടെ നാശത്തിന് കാരണമാകും. വശീകരണ കലയിൽ നിഗൂഢതയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. തുറന്ന പുസ്തകം പോലെ ആകരുത്. നിങ്ങളെക്കുറിച്ച് എല്ലാം ആദ്യത്തെ ദിവസം തന്നെ വിളിച്ചു പറയരുത്. എൻ്റെ വീട്ടിൽ ഇന്ന പ്രശ്നമുണ്ട്, എനിക്കിത്ര കടമുണ്ട്, എൻ്റെ മുൻ കാമുകി എന്നെ തേച്ചു, ഇത്തരം കരച്ചിലുകൾ ദയവ് ചെയ്ത് ഒഴിവാക്കുക.
ആളുകൾക്കിഷ്ടം വിജയികളെയാണ്, കരയുന്നവരെയല്ല. മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് എല്ലാം അറിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളിൽ എന്ത് കൗതുകമാണുള്ളത്? ഒരു സിനിമയുടെ അവസാനം എന്താണെന്ന് ആദ്യമേ അറിഞ്ഞാൽ പിന്നെ ആരെങ്കിലും ആ സിനിമ കാണുമോ? ഇല്ല. അതുപോലെ നിങ്ങൾ ഓരോ ദിവസവും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ പുതിയ പുതിയ തലങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുക. ഇന്ന് കാണുന്ന നിങ്ങളല്ല നാളെ. ഈ പ്രവചനാതീതമായ സ്വഭാവം, അൺപ്രെഡിക്റ്റബിലിറ്റി, അവരെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. ഇവന്റെ മനസ്സിൽ എന്താണ് എന്ന് ചിന്തിച്ച് അവർ തല പുകയ്ക്കണം. ആ ചിന്ത നിങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കും, ഒരു കാന്തം പോലെ. 4ാമത്തെ തന്ത്രം ആത്മവിശ്വാസവും അധികാരവും. ചാണക്യൻ പറയുന്നു, ശക്തനായ രാജാവിനെയാണ് പ്രജകൾക്ക് വിശ്വാസം. പ്രണയത്തിലായാലും സൗഹൃദത്തിലായാലും ആളുകൾ ആകർഷിക്കപ്പെടുന്നത് ആത്മവിശ്വാസമുള്ളവരിലേക്കാണ്. നട്ടെല്ല് വളച്ച് ഭയന്ന് ആരുടെയെങ്കിലും പിന്നാലെ നടക്കുന്നവനെ ആർക്കും ഇഷ്ടമല്ല. സ്ത്രീകൾ പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്നത് ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള പുരുഷന്മാരെയാണ്. നിങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ തീരുമാനങ്ങളെടുക്കാൻ മടിക്കരുത്. നിനക്കിഷ്ടമുള്ളത് കഴിക്കാം, നിനക്കിഷ്ടമുള്ള സ്ഥലത്ത് പോകാം എന്ന് പറഞ്ഞ് എപ്പോഴും തീരുമാനം അവർക്ക് വിട്ടുകൊടുക്കരുത്. നമുക്കിന്നവിടെ പോകാം, അത് കഴിക്കാം എന്ന് ഉറച്ച ശബ്ദത്തിൽ പറയുന്നവനെയാണ് അവർക്ക് ബഹുമാനം. ഇതിനെയാണ് ആൽഫ മെയിൽ എന്നിന്നത്തെ കാലത്ത് വിളിക്കുന്നത്. ചാണക്യൻ ഇതിനെ ദണ്ഡം അഥവാ ശക്തി എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ സാന്നിധ്യം അവിടെ അറിയിക്കുക. നിങ്ങളൊരു മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കണം. അതിന് നല്ല വസ്ത്രധാരണം, നല്ല ശരീരഭാഷ, കണ്ണിമിമ ചിമ്മാതെയുള്ള നോട്ടം, ഐ കോൺടാക്ട് എന്നിവ അത്യാവശ്യമാണ്. ചാണക്യൻ പറയുന്നു, വൃത്തിഹീനമായ വസ്ത്രം ധരിക്കുന്നവനെ ലക്ഷ്മീദേവി പോലും ഉപേക്ഷിക്കും. വൃത്തിയും വെടിപ്പുമുള്ള വസ്ത്രം, നല്ല സുഗന്ധം, നേരെ നിവർന്നുള്ള നടത്തം, ഇതെല്ലാം നിങ്ങളുടെ ആകർഷണീയത 100 ഇരട്ടി വർദ്ധിപ്പിക്കും. സൗന്ദര്യമല്ല, മറിച്ച് നിങ്ങൾ നിങ്ങളെത്തന്നെ എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നതാണ് പ്രധാനം. 5ാമത്തെ തന്ത്രം വേർപെടാനുള്ള ധൈര്യം, ദ പവർ ടു വാക്ക് അവേ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പലരും പ്രണയത്തിൽ അല്ലെങ്കിൽ വശീകരണത്തിൽ തോറ്റുപോകുമ്പോൾ ചെയ്യുന്നത് കൂടുതൽ നിർബന്ധിക്കുക എന്നതാണ്. പ്ലീസ് എന്നെ സ്നേഹിക്കൂ എന്ന് യാചിക്കുന്നു. ഇത് വലിയ മണ്ടത്തരമാണ്. ചാണക്യൻ പറയുന്നു, നിങ്ങളെ വേണ്ടാത്ത സ്ഥലത്ത് ഒരു നിമിഷം പോലും നിൽക്കരുത്. ഒരാളെ ആകർഷിക്കാൻ ശ്രമിച്ചിട്ടും അവർ വഴങ്ങുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ, അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരാൻ നിങ്ങൾക്ക് കഴിയണം. നിങ്ങൾ അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അത് അവർക്ക് വലിയൊരു ഷോക്കായിരിക്കും. ഇവൻ എന്റെ പിന്നാലെ നടക്കുമെന്നാണ് ഞാൻ കരുതിയത്, പക്ഷേ ഇവൻ എന്നെ ഉപേക്ഷിച്ചു പോയല്ലോ എന്ന ചിന്ത അവരുടെ ഈഗോയെ മുറിവേൽപ്പിക്കും. ആ മുറിവുണങ്ങാൻ അവർ നിങ്ങളുടെ പിന്നാലെ വരും. ഓർക്കുക, ആരെയും നിർബന്ധിച്ച് സ്നേഹിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ നഷ്ടബോധമുണ്ടാക്കി അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. നിങ്ങളെപ്പോഴും സന്തോഷവാനായിരിക്കുക. മറ്റൊരാളുടെ സന്തോഷത്തിനു വേണ്ടി കാത്തുനിൽക്കുന്നവൻ അടിമയാണ്. സ്വന്തം സന്തോഷം സ്വയം കണ്ടെത്തുന്നവൻ രാജാവാണ്. രാജാവിനെയാണ് എല്ലാവർക്കും ഇഷ്ടം. 6ാമത്തെ തന്ത്രം സത്യസന്ധതയും വിശ്വസ്തതയും. കുതന്ത്രങ്ങൾ കൊണ്ടൊരാളെ ആകർഷിക്കാം, പക്ഷേ അത് നിലനിർത്താൻ സത്യസന്ധത വേണം. ചാണക്യൻ പറയുന്നു, വിശ്വാസമാണ് ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറ. നിങ്ങൾ പറയുന്ന വാക്ക് പാലിക്കുക. ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യരുത്. കള്ളം പറഞ്ഞ് ആരെയും വീഴ്ത്താൻ നോക്കരുത്. കാരണം കള്ളം പിടിക്കപ്പെട്ടാൽ നിങ്ങളുടെ എല്ലാ ആകർഷണീയതയും 0 ആകും. ആളുകൾക്ക് വേണ്ടത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെയാണ്. ഇവൻ പറഞ്ഞാൽ ചെയ്യും, ഇവനെ വിശ്വസിക്കാം എന്ന് തോന്നലുണ്ടാക്കിയാൽ പിന്നെ അവർക്ക് നിങ്ങളെ വിട്ടുപോകാൻ കഴിയില്ല. അവസാനമായി ഒരു മുന്നറിയിപ്പ് കൂടി. ചാണക്യൻ ഈ തന്ത്രങ്ങൾ പഠിപ്പിച്ചത് രാജ്യനന്മയ്ക്കും നല്ല ബന്ധങ്ങളുണ്ടാക്കാനും വേണ്ടിയാണ്. അല്ലാതെ മറ്റുള്ളവരെ ചതിക്കാനോ മുതലെടുക്കാനോ വഞ്ചിക്കാനോ വേണ്ടി ഇതുപയോഗിക്കരുത്. മനഃശാസ്ത്രം എന്നത് ഒരു കത്തി പോലെയാണ്. അതുപയോഗിച്ച് നിങ്ങൾക്ക് ആപ്പിൾ മുറിക്കാം, വേണമെങ്കിൽ ഒരാളെ കുത്താം. അതുപയോഗിക്കുന്നവന്റെ കയ്യിലിരിക്കും അതിന്റെ ഫലം. അതുകൊണ്ട് ഈ അറിവുകൾ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ഒരു നല്ല പങ്കാളിയെ കണ്ടെത്താൻ, നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കാൻ, ബിസിനസ്സിൽ വിജയിക്കാൻ ഇത് പ്രയോഗിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വശീകരണം എന്നത് മാജിക് അല്ല, അത് മറ്റുള്ളവരെ മനസ്സിലാക്കലാണ്. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഭയങ്ങൾ, അവരുടെ ഈഗോ എന്നിവ മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുന്ന കലയാണത്. നിങ്ങളൊരു കണ്ണാടിയാകുക. അവർക്ക് അവരെ തന്നെ നിങ്ങളിൽ കാണാൻ കഴിയണം. ഒപ്പം നിങ്ങളൊരു മലയാകുക. അവർക്ക് നിങ്ങളെ നോക്കുമ്പോൾ ബഹുമാനം തോന്നണം. നിങ്ങളൊരു പുഴയാകുക. നിങ്ങളുടെ സാമീപ്യം അവർക്ക് കുളിർമ നൽകണം. ഇങ്ങനെയുള്ള ഒരാളെ ആർക്കാണ് ഇഷ്ടപ്പെടാതിരിക്കാൻ കഴിയുക? സൗന്ദര്യം കുറവാണെന്നോ പണം കുറവാണെന്നോ പറഞ്ഞ് ഇനി ആരും വിഷമിക്കരുത്. നിങ്ങളുടെ വ്യക്തിത്വമാണ് ഏറ്റവും വലിയ സൗന്ദര്യം. അത് മിനുക്കിയെടുക്കുക. ഈ തന്ത്രങ്ങൾ ഓരോന്നായി നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കൂ. മാറ്റം നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും. ആളുകൾ നിങ്ങളെ നോക്കുന്ന രീതി മാറും. നിങ്ങളെ അവഗണിച്ചവർ നിങ്ങളെ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹവും ബഹുമാനവും നിങ്ങളെ തേടിവരും.
ജയിക്കുക, കീഴടക്കുക.